ഗൈസ് അങ്ങനെ ശരിക്കുള്ള ട്രക്ക് തുടങ്ങി. ഗല്ലു ടെമ്പിളിൻ്റെ അവിടുന്ന് കുറച്ചും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കുള്ള ട്രക്ക് പോകണം. ട്രക്കാണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ട്രക്കിങ് പൈപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറിയാൽ കിട്ടും. കാട്, പെരുങ്കാട്, മുത്തങ്ങ കാട് പോലെ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മലൻ്റെ മുകളിലത്തെ ഒരു ഫോറസ്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അരടി സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം കാടാണ്. ഒരു 2 മണിയൊക്കെ ഇത് കയറാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോൾ സമയം 6 മണി. 6 മണിക്കാണ് അത് കയറാൻ തുടങ്ങുന്നത്. ഇനി അറൗണ്ട് 3 മണിക്കൂറോളം ഉണ്ട് എന്നാണ് പറയുന്നത്. പാളിയ ചിലപ്പോൾ തിരിച്ചിറങ്ങും. എന്തൊക്കെ വന്നാലും മുന്നോട്ട് വെച്ചാലും മുന്നോട്ട്. ഗല്ലു ടെമ്പിൾ വരെ വലിയ റിസ്ക് ഇല്ലാത്ത റൂട്ടും കാര്യങ്ങളാണ്. പക്ഷേ അവിടുന്ന് അങ്ങോട്ടേക്ക് കഴിഞ്ഞ് ഒറിജിനൽ ട്രീ ഉണ്ട്. അവിടെ നിന്നാണ് ട്രീയുടെ ട്രക്ക് തുറക്കുന്നത്. അതുവരെ ഗല്ലു ടെമ്പിളിലേക്കുള്ള വഴിയാണ്. അപ്പോൾ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ട്രക്കിങ് തുടങ്ങുന്നത് ഗല്ലു ടെമ്പിൾ കഴിഞ്ഞ് തുടങ്ങും. അത് അത്യാവശ്യം ഭയങ്കരമായിട്ടൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പണിയെടുക്കാനുള്ളതുണ്ട്. നമ്മളിങ്ങനെ കയറുന്നതിനനുസരിച്ച് കുറേ ആളുകൾ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ 2 മണിക്ക് കയറണം വിചാരിച്ചാൽ 6 മണിക്കാണ് കയറുന്നതിന്. പക്ഷേ വെയിൽ അത്യാവശ്യം ഈ ഒരു ടൈം ആയതുകൊണ്ടാണ്, സമ്മർ ആയതുകൊണ്ടാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട്. വിൻ്ററിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാക്സ് ടു മാക്സ് 5 മണിക്ക് മുകളിലെത്തുന്നതായി നിങ്ങൾ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ പിന്നെ ഒരു വന്ന സ്ഥിതിക്ക് കയറി അടങ്ങുള്ളൂ എന്നുള്ള മൈൻഡിൽ പോവുകയാണ്. കൺകുളിർക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് കയറാൻ കഴിയും. വേണ്ടിയില്ലേ, എന്താ രസം. ട്രക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ട്രക്കിന് പോയാൽ ഒരു പ്രത്യേക രസമാണ്. വർഷം വെറുതെ എന്നല്ല ഖുറാനിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഉണ്ടാക്കി വെച്ചൊക്കെ പോയി കാണിയെന്നുള്ളത്. എന്താ രസം. നമ്മൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പോൾ ട്രീ കൊണ്ട് കയറാൻ വരുമ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ കയറുക. സൂര്യപ്രകാശം ഉള്ളപ്പോൾ മേലെത്തുന്ന രീതിക്ക് കണക്കാക്കിയിട്ട് കയറുക. മിനിമം നിങ്ങളൊരു 4-4.5 മണിക്കൂർ കാണണം, മിനിമം ഏറ്റവും കുറഞ്ഞത്. കാരണം നമ്മൾ കയറി മേലെത്തുന്നതനുസരിച്ച് നമ്മൾ തളർന്നുകൊണ്ട് നിൽക്കും. നമുക്ക് ഇനിയും ഒരു 1/2 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട്. നമ്മൾ ഷെയ്ഡായിട്ട് നോക്കി നിങ്ങൾ കംപ്ലീറ്റ് ഇടാം. ഒരു സാധനം കാണില്ല, കണ്ടോ, ഉള്ളിടാം. പക്ഷെ നമ്മൾ കയറി തുടങ്ങി ഏകദേശം ഒരു 2 മണിക്കൂർ കൂടി ബാക്കിയുള്ളപ്പോൾ സൂര്യൻ അസ്തമിച്ച് ഏകദേശം വെളിച്ചൊക്കെ പോയി തുടങ്ങി. എന്നിട്ട് നമ്മൾ നിന്നില്ല, നമ്മൾ കയറി. നമുക്ക് പിന്നെ വേറെ വഴിയില്ല, നാളെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ കയറി മേലെത്തില്ല. നമ്മൾ താഴെ കല്ലൂരിൽ ടെൻ്റ് അടിച്ച് കിടന്നേനെ. അപ്പോൾ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ കയറാൻ നിൽക്കരുത്. അപ്പോൾ മാക്സിമം സ്പീഡിൽ കയറാൻ നോക്കുക. ടൈമില്ലാണ്ടെങ്കിൽ അഥവാ പെട്ടുപോയി എന്നുണ്ടെങ്കിൽ മേലത്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ സ്പീഡിൽ കയറുക, വേറെ വഴിയില്ല. മട്ടപ്പാർക്ക് വഴി എത്ര നേരമാണ് നോക്കി. ഇത് കൊക്കയാണ്, ഈ കാണുന്നത് കൊക്കയാണ്. ഇതാണ് വഴി. ആകെ എത്രയുള്ളൂ വഴി, ആണോ വഴിയിൽ എളുപ്പം. ഇവർക്ക് കയറ്റം കൊക്ക. ഈ വഴി വേണം പോവാം. ഗൈസ് അങ്ങനെ ഫൈനലി 6 മണിക്ക് തുടങ്ങിയ ട്രക്കിംഗ് 8:45 നമ്മൾ തീർത്ത്. നമ്മളിതാ മേലെത്തി. അങ്ങനെ ട്രീ ഉണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തേ. ഫൈനലി ഗൈസ് വി ആർ അറ്റ് ദി ടോപ്പ് ഓഫ് ട്രീ ഉണ്ട്. ഇട്ട് കൊടുത്തില്ല, കീഴടക്കി നമ്മളെ. ഈ ബാക്കിലുള്ള വ്യൂകൾ കാണുന്നുണ്ടോ ഞാൻ അറിയില്ല, ഒരു രക്ഷയില്ല. രാവിലെ ഞാൻ കാട്ടിത്തരാം. നേരെ ബാക്കിലുള്ളത് രാത്രിയെ കാണാറ്റുള്ളൂ. ഇതെങ്ങനെയുണ്ട്, ഒരു രക്ഷയില്ലാത്ത ഒരു രക്ഷയില്ല. ഇനി നല്ല സ്പോട്ട് നോക്കി ടെൻ്റ് അടിക്കണം. ടെൻ്റ് അടിച്ചിട്ട് രാവിലെ കാണാം. ഗൈസ് എല്ലാ കാര്യത്തിലും ടെൻ്റൊക്കെ എടുത്ത മലിൻ്റെ മേലെ കയറി 2 ടെൻ്റ് അടിക്കാറില്ല.
ഇതിന് നോക്കിയിട്ട് ഒരു പണ്ടാരം മനസ്സിലാവണില്ല. സ്കാൻ ചെയ്യാന്ന് വെച്ചാലോ ഇവിടെ നെറ്റും ഇല്ല. മൂഞ്ചി. അങ്ങനെ അവസാനം നമ്മൾ ടെൻ്റ് അടിച്ചു. നമ്മളോടാ ടെൻ്റൊക്കെ എന്താ ലാലേട്ടനെ പോലെ കണ്ടില്ലേ? ടെൻറ്റിന് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ചെരിവുണ്ട് ലാലേട്ടനെ പോലെ. പക്ഷെ എന്താ കടന്നിറങ്ങാനുള്ള സെറ്റപ്പായി. ഇനിയിപ്പോൾ രാവിലെ അറിയാം ഈ ടെൻറ്റ് ഇവിടെ ഉണ്ടാവില്ലേ ഉള്ളത്. അല്ലെങ്കിൽ ഹിമാലയൻ താഴ്വരങ്ങളിൽ ഞങ്ങളുണ്ടാവും. ഞങ്ങളും ടെൻറ്റും കാറ്റത്ത് പാറിപ്പോയിട്ട് രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. രാവിലെ ആയിട്ട് നമ്മളെ ആർക്കെന്താ ഇങ്ങനെ നീച്ച് തരണേ. എന്തേലും തണുപ്പില്ല രാത്രിക്ക്. നോക്കട്ടെ പുറത്തിറങ്ങിയിട്ട്. രാത്രി നമ്മളൊരു സാധനം വ്യൂ കണ്ടിരുന്നു, അതന്നെ കണ്ണളി നിന്നില്ലേ. രാവിലെ പിന്നെ എന്താണാവോ തുറന്നാക്കണ്ടേ. സൂര്യനെ ഉച്ച വരുന്നുണ്ട്. ഉച്ച വരണേ ഉള്ളൂ. അമ്മോ ഈ ഒരു സാധനമുണ്ടല്ലോ എന്ത് രസാണ്. അങ്ങനെ നോക്കി അമ്മോ. എങ്ങനെയൊക്കെ കാണാണ്ട് പുരയെ കിടന്നുറങ്ങാൻ കഴിയ. ഒരു വട്ടം വന്നതിനാണല്ലോ പിന്നെ നിൽക്കാൻ കഴിയില്ല. അടുത്ത പറഞ്ഞ് പോയി കൊണ്ടിരിക്കും. ഞാൻ കടന്നുറങ്ങിയാൽ നീച്ചിങ്ങനെ വരുമ്പോ ഈ സാധനം കണ്ടാല് ഫീലുണ്ട്, പറഞ്ഞറിയിക്കാൻ കഴിയൂല. നമുക്കിനി പുറത്തിറങ്ങിയിട്ട് അപ്പുറപ്പുള്ള വ്യൂ ഒക്കെ നോക്കാം. ഇതൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണം. ആരതിനെ അത് മനസ്സിലാവുള്ളൂ. വെറുതെ പനി കിടന്നിറങ്ങുമോ ഒന്നുമില്ല, ടെൻ്റ് അങ്ങോട്ട് എടുക്കുക, പാക്ക് ചെയ്യുക, നേരെ വിടുക. ടെൻറ്റും കാര്യങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രക്കിങ്ങിന് ആവശ്യമുള്ള ബൂട്ട്സും സാധനങ്ങളും വാങ്ങുക, ഒരു പാക്കേജ് അങ്ങ് എടുക്കുക, ഒറ്റ പോക്ക് ഒക്കെ അവിടെ വെച്ച് അങ്ങനെ നോക്കാം. ഒരു വട്ട ഈ വ്യൂ ഒക്കെ ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. കൊണ്ട് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിണ്ടല്ലോ ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. ഈ ഒരു ഏപ്രിൽ മെയ് എൻഡ് വരെ ആ ഒരു ടൈമുണ്ടല്ലോ, സമ്മറിൻ്റെ ആ ഒരു ടൈം, അത് കറക്റ്റ് ടൈമാണ്. ഇപ്പം ഞങ്ങൾ വിട്ടോളി. ഇവിടെ വേല വന്ന് അധികം തണുപ്പുമില്ല, മഴയില്ല, എന്നാൽ വെയിൽ ചൂട് കൂടുതലാണോ അതുമില്ല. കറക്റ്റ് ടൈമാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വന്ന് മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. നല്ല സ്മൂത്തായിട്ട് കയറാനും കഴിയും. വലിയ റിസ്ക് ഒന്നുമില്ല. ഇന്നലെ നമ്മൾ മൊത്തം 6 മണിക്ക് ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രക്ക് കംപ്ലീറ്റ് ചെയ്ത്, അതായത് 3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഏകദേശം ട്രക്ക് കംപ്ലീറ്റ് ചെയ്ത്. നമ്മൾ ഓടി വരുമൊന്നുമില്ല ചെയ്തേ, മെല്ലെ അത്യാവശ്യം എവിടെ അധികം നിന്നിട്ടൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊരു സ്ലോ ലെവലിലാണ് കയറി വന്നത്. ഞാൻ ഐസ് ട്രീ ഉണ്ട് ഇവിടെ കംപ്ലീറ്റ്. ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ച് ഇതാണ് ടെൻറ്റും കാര്യങ്ങളും. അവിടെയൊക്കെ ആര് തന്നെ ഇതൊക്കെ ഇത് നമ്മളുടെ ടെൻറ്റ്, ഇതാരുടെ ടെൻറ്റ്. നമ്മളിപ്പോൾ ഓരെ കണ്ടിട്ടാണ് നമ്മളിവിടെ ടെൻറ്റ് അടിച്ച്. ഏരിയ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ രാവിലെ നീച്ച് കഴിഞ്ഞാൽ നേരെ വ്യൂ അതാണ്. ഇന്ന് രാവിലെ ഞാൻ നീച്ചിങ്ങനെ കണ്ണുറന്ന് കാണുന്ന ആ ഒരു സാധനമാണ്. അപ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല. പിന്നെ ഇതാ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. ആ ഒരു സൈഡിൽ നിന്നാണ് ഉദിച്ച് വരുന്നത്, കണ്ടില്ലേ? സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. ഓൾറെഡി ഇതാ ആ ഒരു സൈഡിൽ അവിടെ ഇങ്ങനെ ഉദിച്ച് കഴിഞ്ഞു. അവിടെ ഇങ്ങനെ നമുക്ക് കാണാം നല്ല ക്ലിയർ ആയിട്ട്. കണ്ടോ അവിടെ ഇങ്ങനെ കണ്ടോ ആ ഒരു ഏരിയയിൽ വെയിൽ ഇങ്ങനെ അടിച്ചിങ്ങനെ. സത്യം പറഞ്ഞാൽ സൺസെറ്റിൻ്റെ സമയത്താണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഒരു യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ കാണാം.
നല്ല രസമായിരിക്കും. രണ്ടും വെറുതിട്ടാണ്. മോർണിംഗിൽ നിങ്ങൾ സൺറൈസിനാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ അത് വരുന്നേ ഉള്ളൂ, കാണിച്ചു തരാം. സൺറൈസ് ഒരു കിട്ടിയുള്ള എക്സ്പീരിയൻസ് ആണ്, അതേമാതിരി തന്നെ സൺസെറ്റ് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. രണ്ടും രണ്ട് രീതിയാണ്. അപ്പോൾ നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ആൾക്കാർ കാണുന്ന കഴിഞ്ഞാലുള്ള അവിടെ നാളിലെ ആയിരിക്കും കേട്ടോ. കാണുന്നത് കംപ്ലീറ്റ് മനുഷ്യന്മാരാണ്. അതിന് മേലെ മണ്ടയ്ക്ക് വരാതെ ആൾക്കാരുണ്ട്. എന്നാൽ കഴിഞ്ഞോ അതുമില്ല. നേരെ അപ്പുറത്ത് ഒരു പ്രൈവറ്റ് ക്യാമ്പ് സെറ്റ് ഉണ്ടാവും. ഇത് കാണുന്ന അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ അപ്പുറത്ത് ഒരു ക്യാമ്പ് സെറ്റ് ഉണ്ട് തോന്നുന്നു. മേലെ കട കാര്യങ്ങൾ റൂംസൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മേലെ ട്രെൻഡ് കാര്യങ്ങളും പാക്കേജ് വെറുതെ എടുക്കുക. ഇവിടുത്തെ എടുത്താലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മളിവിടെ കയറി വന്ന് കടയിൽ കയറിയിട്ട് ചായ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് അവിടെ എല്ലാം ഇരുന്നിട്ട് നല്ല ചൂട് ചോറും കറിയും കഴിച്ചും കൊണ്ടിരിക്കുക. നമ്മൾ ഫുഡ് എന്തെങ്കിലും മാഗി എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഫ്രണ്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പാക്കേജിൻ്റെ സിസ്റ്റം ചെയ്യുന്നു. ഒരു പാക്കേജ് എടുത്ത് വന്നതുകൊണ്ട് അവർക്ക് അവിടുന്ന് ഫുഡും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവിടെ മേലെ അങ്ങനെ തളർന്ന് മേലത്ത് നല്ല ചൂട് ചോറും കറിയും ചായയും മതിയില്ലേ. ട്രീയുണ്ടിൻ്റെ ഒരു ഭംഗി എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സൈഡിലും ഓരോ വ്യൂ ആണ്. ഞങ്ങളിപ്പോൾ എൻ്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ കാണാം മല, ഹിമാലയ പർവ്വതത്തിൻ്റെ ഒരു സൈഡ് ആണ് ആ ബാക്കിൽ കാണുന്നത്. അതേമാതിരി തന്നെ ക്യാമറ ഒന്ന് തിരിച്ചു നോക്കി കഴിഞ്ഞാലോ കണ്ടോ, ഈ കാണുന്നത് കംപ്ലീറ്റ് ടൗണ്, മക്ലോഡ്ഗഞ്ച്, അതേമാതിരി തന്നെ പത്താങ്കോട്ട്, അതിൻ്റെ താഴത്തേക്കുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. രണ്ട് സൈഡിലേക്ക് നോക്കിയാൽ രണ്ട് വ്യൂ ആണ്. നേരെ ബാക്ക്ഗ്രൗണ്ടിൽ മല, അതിന് നേരെ എപ്പുറത്തേക്ക് കഴിഞ്ഞാൽ ടൗണ് കാര്യങ്ങൾ. പക്ഷെ കുറച്ചും കൂടി ഈ താഴത്തെ ഈ ഒരു വ്യൂ ഇല്ലേ, ഈ ഒരു വ്യൂ കാണാൻ രാത്രി രസം. അവിടെ ഇന്നലെ രാത്രി എത്തിയപ്പോൾ രസം ഉദിച്ച് മക്കളെ ഉദിച്ച് സൺറൈസായി. എന്താ രസമായി, എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ട സാധനമാണ്. രസമാണ് നോക്കിയുള്ളത്. ഞാൻ ഈ സൺറൈസിൻ്റെ ടൈം ലാപ്സും കാര്യമൊക്കെ എടുക്കണം വിചാരിച്ചിരുന്നു. ഫോണിൽ 5% ചാർജും കൂടിയേ ഉള്ളൂ. ഇപ്പോൾ ഓഫ് ആവുന്നുള്ള അറിയില്ല, അതുകൊണ്ട് അങ്ങോട്ട് വന്നു. ടൈം ലാപ്സും സാധനം എടുക്കാൻ പറ്റിയില്ല. ട്രീയുണ്ട് നമ്മൾ കയറാൻ കുറച്ച് ലേറ്റായി. കുറച്ചും കൂടി നേരത്തെ കയറി നമുക്ക് സൺസെറ്റും കൂടി കിട്ടിയിരുന്നു. 2 പാക്കേജ് ആവുന്നു. പക്ഷേ കിട്ടിയ വ്യൂ ഉണ്ടല്ലോ, രാത്രിത്തെ ആ ഒരു വ്യൂ, അതിൽ ഒന്നും പറയാല്ല അതിനെ പറ്റിയില്ല. അമ്മാരി കിട്ടില്ല വ്യൂ, ഒരു രക്ഷയില്ല. രാത്രി നമ്മൾ ഒരു 3-3.5 മണിക്കൂറോളം ട്രെക്ക് ചെയ്ത് കയറി മേലെത്തി ആ ഒരു വ്യൂ അങ്ങ് കണ്ടതോടുകൂടി ആ ഫുൾ ക്ഷീണം, കംപ്ലീറ്റ് ക്ഷീണം എവിടെ പോയി എന്ന് പോലും അറിയില്ല. ഒരു അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് നമ്മൾ കയറാണ്ട് ചെന്നത്. രാത്രി നിങ്ങൾ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു വിൻഷീൽഡ് ജാക്കറ്റെങ്കിലും എടുത്തില്ല. നല്ല തണുത്ത കാറ്റടിക്കും, അത് ഏത് ടൈം പോവുകയാണെങ്കിലും ഉണ്ടാവും തണുത്ത കാറ്റ്. പക്ഷേ അടിപൊളിയായിരുന്നു. കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ട്രെക്കിങ് അത്യാവശ്യം നല്ല ഹെക്റ്റിക്കാണ്, അത്യാവശ്യം നല്ല കയറാണ്ട്. അധികം ദൂരമില്ലെങ്കിലും നല്ല സ്റ്റീപ്പാണ്, വലിഞ്ഞ് കയറാണ്ട് നല്ലോണം. നമ്മളൊരു 2-3 കിലോമീറ്ററാണ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മടുത്തു തുടങ്ങും. പിന്നെ ഇരുന്ന് പോകാനേ കഴിയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് ട്രീയുണ്ട് രാവിലെ ട്രക്ക് ചെയ്ത് കയറുക. മോർണിംഗിൽ ട്രക്ക് ചെയ്ത് കയറിയിട്ട് നൈറ്റ് അവിടെ സ്റ്റേ ആക്കുക. നൈറ്റ് സ്റ്റേ ആക്കിയിട്ട് രാവിലെ സൺറൈസോട് കൂടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെത്തിയിട്ട് വേറെയും കുറേ കിട്ടുന്ന സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ട്രീയുണ്ടിൽ തന്നെ നമ്മളെ ഫസ്റ്റ് ഓപ്ഷനായിരുന്നു ട്രീയുണ്ട് ട്രക്ക്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്ലാനായിരുന്നു ഗല്ലു വാട്ടർഫാൾസ്. അപ്പോൾ കിട്ടില്ല പരിപാടിയാണ്. ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനുള്ളത് ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളും ലഗേജും കാര്യങ്ങളൊക്കെ വരിക. ടെൻറ്റ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു വിഷയമല്ലാന്നുണ്ടെങ്കിൽ മേലെ അറൗണ്ട് ഒരു 1300-1500 റേഞ്ചിൽ ടെൻറ്റ്, രാത്രിത്തെ ഡിന്നർ, അതേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇത് 3 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പിങ്ങും ഉണ്ടാവും. ഫയർ ക്യാമ്പിങ്ങും ഉണ്ടാവും. ഇത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ് കിട്ടാണ്ട്. അപ്പോൾ
ഫണ്ട് ഒരു ഇഷ്യൂ അല്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതാണ് ഗൈസ് ട്രീ വുഡ്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.